നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെക്റ്റർ ആൾജിബ്രയുടെ ഒരു പകുതി ഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. ആഡ് ചെയ്യാൻ പഠിച്ചു, സബ്ട്രാക്ട് ചെയ്യാൻ, സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സ്കെലാർ പ്രൊഡക്റ്റ്, ഡോട്ട് പ്രൊഡക്റ്റ് വരെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വേറൊരു തരം മൾട്ടിപ്ലിക്കേഷനാണ്. അതായത് രണ്ട് വെക്റ്റേഴ്സിൻ്റെ വേറൊരു രീതിയിലുള്ള പ്രൊഡക്റ്റാണ്. അതിൻ്റെ പേര് വെക്റ്റർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് എന്നാണ് പറയാറുള്ളത്. വെക്റ്റർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് അങ്ങനെയാണ് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഈ വെക്റ്റർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമുക്കത് നോക്കാം. ഇപ്പോൾ എയും ബിയും രണ്ട് വെക്റ്റേഴ്സാണ്. അത് നോൺ സീറോ വെക്റ്റേഴ്സ് ആവണം കേട്ടോ. അതായത് സീറോ അല്ലാത്ത രണ്ട് വെക്റ്റേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഇതാണ് എ, ഇതാണ് എന്ത് ബി. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആംഗിളാണ് എന്തെന്ന് പറയുന്നത് തീറ്റ. ഇവർ തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ വെക്റ്റർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതുക, എ ക്രോസ് ബി. ഈ ക്രോസ് എന്നുള്ള ഈ സൈൻ്റെ പേരിലാണ് ക്രോസ് പ്രൊഡക്റ്റ് എന്നുള്ള പേര് വന്നത്. കിട്ടുന്ന ആൻസർ, അതായത് ഈ രണ്ട് വെക്റ്റേഴ്സിനെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഒരു വെക്റ്റർ ആയിരിക്കും. ഇറ്റ് ഇസ് നോട്ട് എ സ്കെലാർ. അതെന്തായിരിക്കും? അതൊരു വെക്റ്റർ ആയിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഇയാൾക്ക് എന്ത് പേര്? വെക്റ്റർ പ്രൊഡക്റ്റ് എന്നുള്ള പേര്. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നൊരു വെക്റ്ററാണ് അല്ലേ. ഇങ്ങനെയാണ് മോഡ് എ ഇൻറ്റു മോഡ് ബി ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്പ്. എൻ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊരു വെക്റ്ററാണെന്ന് മനസ്സിലായി. ഇനി ഇതിൻ്റെ കറക്റ്റ് എയും ബിയും തരികയാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ രണ്ട് വെക്റ്റേഴ്സും അവർ തമ്മിലുള്ള ആംഗിളും തരികയാണെങ്കിൽ, വെക്റ്റേഴ്സിൻ്റെ മോഡുലസും മാഗ്നിറ്റ്യൂഡും രണ്ട് വെക്റ്റേഴ്സ് തമ്മിലുള്ള ആംഗിളും തരികയാണെങ്കിലാണ് ഈ രീതിയിൽ കണ്ടുപിടിക്കുക. ഇത് വളരെ കുറവാണ് ചോദിക്കാറുള്ളത്. ഇനി സാധാരണ കണ്ടുപിടിക്കാറുള്ളത് എ ഈക്വൽ ടു A1I പ്ലസ് A2J പ്ലസ് A3K. അതായത് എ എന്ന് പറയുന്ന വെക്റ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ബി എന്ന് പറയുന്ന വെക്റ്റർ B1I പ്ലസ് B2J പ്ലസ് B3K. ബി എന്ന് പറഞ്ഞിട്ടുള്ള വെക്റ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുന്നത്, ദെൻ എ ക്രോസ് ബി ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് IJK. ഡിറ്റർമിനൻറ്റ് എന്ത് ചെയ്യണം? IJK. ഇനി എന്ത് ചെയ്യുക? ആദ്യം എ അല്ലേ, അപ്പോൾ എയുടെ കമ്പോണൻസ് എഴുതുക. ആരൊക്കെയാണ്? A1 A2 A3. ക്രോസ് ബി ആയതുകൊണ്ട് ബിയുടെ കമ്പോണൻസ് എഴുതുക. B1 B2 B3. ക്ലിയർ അല്ലേ? വളരെ സിമ്പിളാണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് വെച്ചിട്ടും കാണാം. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് രണ്ട് രീതിയിൽ ആൾജിബ്രായിക്കിലുള്ള കാര്യം കഴിഞ്ഞു. ഇനി എന്താണ് ജോമെട്രിക്കലി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എ ക്രോസ് ബി എന്ന് പറയുന്നത് ഒരു പുതിയൊരു വെക്റ്റർ ആണെന്ന് മനസ്സിലായി. പക്ഷെ എന്തായിരിക്കും ആ വെക്റ്ററിൻ്റെ പ്രത്യേകത? ആ വെക്റ്റർ ഈ രണ്ട് വെക്റ്റേഴ്സിനോടും പെർപെൻഡിക്കുലർ ആയിരിക്കും. രണ്ട് വെക്റ്റേഴ്സ് എനോടും ബിനോടും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതാ ഇങ്ങനെയാവും നിൽക്കുന്നുണ്ടാവുക. ഇപ്പോൾ എ ഇങ്ങനെയാണ്, ബി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കൂ, ഇപ്പോൾ ഈ ഇരിക്കുന്ന വെക്റ്റർ, ടീച്ചർ ഇപ്പോൾ ഈ വരച്ചിട്ടുള്ള പെൻ ഒരു വെക്റ്ററാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, എയും ഈ വെക്റ്ററും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി, ബിയും ഈ വെക്റ്ററും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അപ്പോൾ എ ക്രോസ് ബി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വെക്റ്ററിൻ്റെ പ്രത്യേകത, നമുക്ക് കിട്ടുന്ന വെക്റ്റർ എനോടും ബിനോടും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇറ്റ് ഇസ് എ വെക്റ്റർ എ ക്രോസ് ബി is a vector perpendicular to both A and B. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചോദിക്കും, രണ്ട് വെക്റ്റർ വന്നിട്ട് ഇതിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്റ്റർ ഉണ്ട് എന്ന് പറയുമ്പോൾ അപ്പം തന്നെ എന്ത് ചെയ്യണം? രണ്ട് പേരോട് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ എന്ത് ചെയ്യണം? ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യണം. ഓക്കെ, മനസ്സിലായില്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാം അടുത്തത് എന്താണെന്ന് നോക്കുക. രണ്ട് വെക്റ്റേഴ്സ്, ഇപ്പോൾ എ ക്രോസ് എ എന്തായിരിക്കും? എ ക്രോസ് എ അല്ലേ. അപ്പോൾ അതിവിടെ കൊടുക്കുമ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് നോക്കാം. എ ക്രോസ് എ ആകുമ്പോൾ രണ്ടും സെയിം വെക്റ്റേഴ്സ് ആണ് അല്ലേ. അതിന് എ സ്ക്വയർ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റിലാണ് എന്ത് ചെയ്യുക? എ സ്ക്വയർ എന്നുള്ളത് പറയുക. ഇവിടെ എ ക്രോസ് എ എന്ന് പറയുന്നത് എ ക്രോസ് എ തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, IJK എഴുതുന്നു. എ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? A1 A2 A3. രണ്ടാമത്തെ റോ ബിക്ക് പകരം ആര് തന്നെയാണ്? എ തന്നെയാണ്. അപ്പോൾ ഇവിടെയും A1 A2 A3. നിങ്ങൾക്കറിയാം, ഒരു ഡിറ്റർമിനൻ്റ് അകത്ത് ഏതെങ്കിലും രണ്ട് റോ ഒരുപോലെ വരികയാണെങ്കിൽ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും വരിക? 0 ആയിരിക്കും വരുന്നുണ്ടാവുക. ക്ലിയർ ആണല്ലോ? എന്താണ് ഒരു വെക്റ്റർ ക്രോസ് വേറൊരു വെക്റ്റർ എന്ന് പറഞ്ഞാൽ സെയിം വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? 0 ആയിരിക്കും വരുന്നുണ്ടാവുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് എ ക്രോസ് ബി ഈക്വൽ ടു 0. അതിൻ്റെ അർത്ഥം രണ്ട് പേരെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 0 കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഏതെങ്കിലും ഒരാൾ എന്ത് വരും? 0. ഒന്നുകിൽ A 0 ആയിരിക്കണം, അല്ലെങ്കിൽ B 0 ആയിരിക്കണം. ഒന്നുകിൽ A ഈക്വൽ ടു 0. വെക്റ്റർ എ എന്ന് പറയുന്നത് 0 എന്ന് പറയുന്നത് 0 വെക്റ്ററാണ് കേട്ടോ. വെക്റ്റർ എ എന്ന് പറയുന്നത് 0 വെക്റ്റർ ആയിരിക്കും. അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് 0 വെക്റ്റർ ആയിരിക്കും. ഓക്കെ, ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴായിരിക്കും ഇത് 0 വരിക? ഇവർ തമ്മിലുള്ള ആംഗിൾ നോക്കുക. ഇവർ തമ്മിലുള്ള ആംഗിൾ 0
അതായത് ഇവർ പാരലൽ ആണെന്നുണ്ടെങ്കിൽ ഇവരെന്താണെന്നുണ്ടെങ്കിൽ പാരലൽ ആണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? ഒന്നുകിൽ 0 ആയിരിക്കും. നോക്കൂ, ഇങ്ങനെയുള്ള വെക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പാരലൽ ആണ്, അപ്പോൾ ഇവർ തമ്മിലുള്ള ആംഗിൾ 0 ആണ്. ഇനി ഓപ്പോസിറ്റ് സൈഡിലേക്കാണെങ്കിൽ ഇവർ തമ്മിലുള്ള ആംഗിൾ എന്താണ്? പൈ ആണ് അല്ലേ? നമുക്കിങ്ങനെ ഇറക്കി വയ്ക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? പൈ ആണ്. അപ്പോൾ ആംഗിൾ 0യോ അല്ലെങ്കിൽ പൈയോ വരികയാണെങ്കിൽ സൈൻ 0യും സൈൻ പൈയും എത്രയാണെന്ന് നമുക്കറിയാം? 0 ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ എന്താ വരിക? സൈൻ 0 ആയി കഴിഞ്ഞാൽ എ ക്രോസ് ബി എന്തായിരിക്കും വരിക? 0 ആയിരിക്കും വരിക. അതായത് എ ക്രോസ് ബി 0 ആണെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എ 0 ആവണം, അല്ലെങ്കിൽ ആര് 0 ആവണം? ബി 0 ആവണം. ഇനി രണ്ടും 0 അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ എന്തായിരിക്കും? എ ഈസ് പാരലൽ ടു വെക്റ്റർ ബി. എ എന്ന് പറയുന്നത് അവരോട് പാരലൽ ആയിരിക്കും, ബിനോട് പാരലൽ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരെ ബേസിക് ആയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് പറയാൻ പോകുന്നത് ക്രോസ് പ്രൊഡക്റ്റിൻ്റെ. അതായത് എ ക്രോസ് ബി എന്ന് പറയുന്നതും ബി ക്രോസ് എ എന്ന് പറയുന്നതും സെയിം അല്ല, കമ്മ്യൂട്ടേറ്റീവാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ നോക്കൂ, എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എ എഴുതി, പിന്നെ എന്തെഴുതി? ബിയുടെ ആൾക്കാർ എഴുതി. ഇനി ബി ക്രോസ് എന്ന് പറയുമ്പോൾ എന്താ വരിക? ആദ്യം ബിയുടെ കമ്പോണൻ്റാണ് എഴുതുക, പിന്നെയാണ് ആരുടെ കമ്പോണൻ്റ് എഴുതുന്നത്? എയുടെ കമ്പോണൻ്റ് എഴുതുന്നത് അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുക? രണ്ട് റോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാണ് വരിക. അപ്പോൾ എന്താ ഉണ്ടാവുക? ഡിറ്റർമിനന്റിൽ രണ്ട് റോസ് ഇന്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു നെഗറ്റീവ് ഉണ്ടാവും. ഇറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ബി ക്രോസ് എ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ സാധനം. ഈ സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്തല്ല? ബി ക്രോസ് എയോട് ഈക്വൽ അല്ല, നെഗറ്റീവ് ഓഫ് ബി ക്രോസ് എയോട് ഈക്വൽ ആണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എ ക്രോസ് ബി പ്ലസ് സി, പ്ലസോ മൈനസോ ആയിക്കോട്ടെ കേട്ടോ, പ്ലസോ മൈനസോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ പൊസിഷൻ മാറാൻ പാടില്ല. ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് എനെ ക്രോസ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ ത്രൂ ഔട്ട് എന്ത് ചെയ്യണം? ബീനെ ചെയ്യുമ്പോഴും സീനെ ചെയ്യുമ്പോഴും ലെഫ്റ്റ് സൈഡിൽ തന്നെ ചെയ്യണം. അതായത് ഇങ്ങനെ ചെയ്യണം എന്ന്, എ ക്രോസ് ബി പ്ലസ് എ ക്രോസ് സി. പൊസിഷൻ മാറാൻ പാടില്ല. എ ലെഫ്റ്റ് സൈഡിലായിരുന്നപ്പോൾ ബി ഡി ലെഫ്റ്റ് സൈഡിൽ ചെയ്യണം, സി ഡിയും ലെഫ്റ്റ് സൈഡിൽ തന്നെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യണം. പൊസിഷൻ മാറാൻ പാടില്ല. കാരണം അതെന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാൻ പറ്റില്ല. പക്ഷെ ഡോട്ട് പ്രൊഡക്റ്റിൽ ആ പ്രശ്നമായിരുന്നില്ല, എങ്ങനെ എഴുതിയാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ അടുത്തത് ഇത്രയേ ഉള്ളൂ. എം ഇൻറ്റു എ ക്രോസ് ബി. ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ആരെ മൾട്ടിപ്ലൈ ചെയ്യാണ്? ക്രോസ് പ്രൊഡക്റ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ രണ്ട് പേരെയും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഏതെങ്കിലും ഒരാളെ മൾട്ടിപ്ലൈ ചെയ്യുക. ഒന്നുകിൽ ആരെ മൾട്ടിപ്ലൈ ചെയ്യുക? എം ഇൻറ്റു എ ക്രോസ് ബി, എൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് ആണ്. അല്ലെങ്കിൽ എം കൊണ്ട് ആരെ മൾട്ടിപ്ലൈ ചെയ്യുക? എ ക്രോസ് എം ബി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് വെക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല, ഏതെങ്കിലും ഒരു വെക്ടറിനെ സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയാണ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് എ ഇൻറ്റു മോഡ് ബി ഇൻറ്റു സൈൻ തീറ്റ എൻ ക്യാപ്. അത് ഡയറക്ഷനാണ്. കാരണം മോഡ് എ ഇൻറ്റു മോഡ് ബി ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഒരു സ്കെലാറാണ് അല്ലേ? അപ്പോൾ അതിന് ഡയറക്ഷൻ ആയിരുന്നു പറയുന്നത്, ഡയറക്ഷൻ്റെ യൂണിറ്റ് വെക്ടർ ആയിരുന്നു പറയുന്നത് എൻ ക്യാപ്. ഓക്കെ, ഇനി അടുത്തത് ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് തോന്നുന്നു? വെക്ടർ തരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാനാണ് എളുപ്പം. എ ക്രോസ് ബി എങ്ങനെ ചെയ്യുക? ഡിറ്റർമിനന്റ് ഓഫ് ഐ ജെ കെ, പിന്നെ ആദ്യത്തെ ഏത് വെക്ടറാണോ അത് എന്നുള്ളത് അയാളുടെ കമ്പോണൻറ്റ് എഴുതുക, രണ്ടാമതെന്നുള്ള വെക്ടറുടെ കമ്പോണൻസ് മൂന്നാമതായിട്ട് എഴുതുക. ഓക്കെ, ഇനി എന്താണെന്ന് പറഞ്ഞു? എന്താണ് അതിൻ്റെ ജോമെട്രിക്കൽ മീനിങ്? എ ക്രോസ് ബി ചെയ്യുമ്പോൾ ഒരു വെക്ടറാണ് കിട്ടുക എന്ന് മനസ്സിലായി. അതെങ്ങനെയുള്ള വെക്ടർ ആയിരിക്കും? എനോടും ബിനോടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ എ ക്രോസ് എ ഈക്വൽ ടു എന്താണ്? 0. സെയിം വെക്ടറായിട്ട് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് എന്താണ്? 0 ആണ് വരിക. ഇനി എ ക്രോസ് ബി 0 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ എ 0 ആവും, അല്ലെങ്കിൽ ബി 0 ആവും, അല്ലെങ്കിൽ എന്ത് വരും? എ ഈസ് പാരലൽ ടു ബി. രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ അവരുടെ ക്രോസ് പ്രൊഡക്റ്റ് 0 ആണ്. ക്ലിയർ ആണല്ലോ? അതുപോലെ ഇനി അടുത്ത പ്രോപ്പർട്ടി എന്താ പറഞ്ഞത്? ഇത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഏത്? ക്രോസ് പ്രൊഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് അല്ല. എ ക്രോസ് ബി എന്ന് പറയുന്നത് മൈനസ് ബി ക്രോസ് എയോടാണ് ഈക്വൽ ആവുന്നത്, ബി ക്രോസ് എയോടല്ല. ഓക്കെ, പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. കണ്ട പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ക്രോസ് പ്രൊഡക്റ്റ് ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ കോൺസ്റ്റന്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരാളെ മൾട്ടിപ്ലൈ ചെയ്യുക, ഏതെങ്കിലും ഒരു വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ട് പേർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇത്രയും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ് എ തന്നു, ബി തന്നു. ഓക്കെ, അപ്പം നമുക്കറിയാം ഈ എ മുകളിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഇതാണ് വെക്ടർ എ, സെയിം നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഈ ബീനെ ഇവിടെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഇത് വെക്ടർ ബി, നമുക്കൊരു പാരലോഗ്രാം ഫോം ചെയ്യാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം ഏരിയ ഓഫ് ദ പാരലോഗ്രാം വിത്ത് അഡ്ജസൻറ്റ് സൈഡ്സ് എയും ബിയും, എയും ബിയും അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് വരുന്ന
അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ തൊട്ട് തൊട്ട് വരുന്ന അഡ്ജസൻറ്റ് സൈഡ് വരുന്ന പാരലലോഗ്രാമിൻ്റെ ഏരിയ അതാണ് പിടിക്കാൻ പോകുന്നത്. ഏരിയ ഓഫ് പാരലലോഗ്രാം with adjacent sides. Sorry, with adjacent sides A and B. A ബിയും അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് വരുന്ന പാരലോഗ്രാമിൻ്റെ ഏരിയ കാണാൻ ഇത്രയേ ഉള്ളൂ. എ ക്രോസ് ബി കാണുക, എന്നിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുക. എ ക്രോസ് ബി എങ്ങനെ കാണുക? ഡിറ്റർമിനൻ്റ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ എന്ത് കാണുക? മാഗ്നിറ്റ്യൂഡ് കാണുക. മാഗ്നിറ്റ്യൂഡ് കാണാൻ നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, സിമ്പിൾ ആണല്ലോ. അപ്പോൾ ഏരിയ ഓഫ് എ പാരലോഗ്രാം ചോദിക്കും. ഇതുപോലെ തന്നെ ഏരിയ ഓഫ് ട്രയാങ്കിളും ചോദിക്കും. അതിലിപ്പോൾ ഏതെങ്കിലും രണ്ട് സൈഡ്സിൻ്റെ വെക്ടർ മതി. ഏതെങ്കിലും രണ്ട് സൈഡ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വെക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ഇതാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് അഡ്ജസൻറ്റ് സൈഡ്സ് എ ആൻഡ് ബി ഈസ് ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. എന്താണ്? പാരലോഗ്രാമിൻ്റെ ഏരിയയുടെ നേരെ പകുതി ചെയ്താൽ മതി. പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബി കണ്ടുപിടിക്കുക, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുക, അതിൻ്റെ ഹാഫ് ചെയ്യുമ്പോൾ ആരുടെ ഏരിയ കിട്ടി? ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടി. ഓക്കെ, ഇത് രണ്ടും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഒറ്റ കാര്യം കൂടെ ഇതാണ്. ഇനി ഏത് ക്വാഡ്രിലാറ്ററൽ എന്നാണ് കേട്ടോ പറയുന്നത്. ടീച്ചർ ഇഷ്ടമുള്ള പോലെ ഒരു ക്വാഡ്രിലാറ്ററൽ എന്നാണ് പറയുന്നത്. നമുക്ക് വിളിക്കാം. ഇപ്പോൾ എ ബി സി ഡി ചിലപ്പോൾ പേരാവും തരിക. അതുകൊണ്ടാണ് ടീച്ചർ ഇപ്പോൾ ഇങ്ങനെ പോയിന്റ് ആവും തരുന്നുണ്ട്. അപ്പോൾ പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? വെക്ടർ കണ്ടുപിടിക്കണം. ഓക്കെ, രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സോ അല്ലെങ്കിൽ വെക്ടറൊക്കെ നമ്മൾ ഉണ്ടാക്കി കണ്ടുപിടിക്കണം. രണ്ട് പോയിന്റ് ഉണ്ടെങ്കിൽ വെക്ടർ കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? ടെർമിനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ്, അതൊക്കെ അറിയാം. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററലിനെ സംബന്ധിച്ച് അതിൻ്റെ ഡയഗണൽ തരികയാണെങ്കിൽ, എന്ത് തരികയാണെങ്കിൽ? ഡയഗണൽ തരികയാണെങ്കിൽ, ഇപ്പോൾ എ സി തന്നിട്ടുണ്ട്, ബി ഡി തന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ എ ബി സി ഡി പോയിന്റുകളോ തന്നിട്ടുണ്ടാവും. അപ്പോൾ എ സി കണ്ടുപിടിക്കുക, ബി ഡി കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ ഡയഗണൽ ഉണ്ടെങ്കിൽ നമുക്ക് ആരുടെ ഏരിയ കണ്ടുപിടിക്കാം? നമ്മുടെ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ആണ് കേട്ടോ. ഏത് ക്വാഡ്രിലാറ്ററലിനും പറ്റുവേ? എ ബി സി ഡി ഈസ് ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ആദ്യത്തെ ഡയഗണൽ ക്രോസ് രണ്ടാമത്തെ ഡയഗണൽ എ സി ക്രോസ് ബി ഡി, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു D1 ക്രോസ് D2ൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇത്രയേ ഉള്ളൂ. രണ്ട് ഡയഗണൽ ഉണ്ടെങ്കിൽ അവർ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുക, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചെയ്യുക. ഹാഫ് എടുക്കാൻ മറക്കരുത്. ഇവിടെ ഹാഫ് ഉണ്ട് കേട്ടോ. ട്രയാങ്കിളിൻ്റെ ഏരിയയിലും ഹാഫ് ഉണ്ട്, ഡയഗണൽ വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ട ഏരിയയിലും എന്തുണ്ട്? ഹാഫ് ഉണ്ട്. പക്ഷേ എന്തിനില്ല? പാരലോഗ്രാമിൽ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തില്ല? ഹാഫ് ഇല്ല. സൈഡ്സ് തരികയാണെങ്കിൽ, ഇവിടെയും എന്താണ്? ഡയഗണൽ തരികയാണെങ്കിൽ ഹാഫ് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് ക്രോസ് പ്രൊഡക്റ്റിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യും? ഒന്ന് നന്നായിട്ടൊന്ന് നോട്ട് ചെയ്യൂ, മനസ്സിലായിട്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് വൃത്തിയായിട്ടൊന്ന് എഴുതി വെക്കൂ മക്കളെ. 2010 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. Which one of the following vectors is of magnitude 6 and perpendicular to both vector A equal to 2i plus 2j plus 2k and vector B equal to i minus 2j plus 2k? എന്താണ് ചോദ്യം? നമുക്ക് വേണ്ടത് which one of the following vectors, തന്നിട്ടുള്ള വെക്ടേഴ്സിൽ ഏത് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് 6 മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവുക വേണം. പെർപെൻഡിക്കുലർ ടു എനോടും ബിനോടും എന്താവും വേണം? പെർപെൻഡിക്കുലർ ആവുകയും വേണം. ഓക്കെ, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? 2i minus j minus 2k, 2 into 2i minus j plus 2k, 3 into 2i minus j minus 2k, 2 into 2i plus j minus 2k and 2 into 2i minus j minus 2k. അപ്പോൾ ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പോൾ എന്താ ചെയ്യാൻ പറഞ്ഞത്? നമ്മുടെ മാഗ്നിറ്റ്യൂഡ് 6 ഉള്ളതാണ് കണ്ടത് അല്ലേ? ആദ്യം നമുക്ക് കാണേണ്ടത്, ആദ്യത്തെ പരിപാടി എന്താണ്? എനോടും ബിനോടും പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അവരുടെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ എ ക്രോസ് ബി ആദ്യം കാണാം. എന്ത് കാണാം? എ ക്രോസ് ബി കാണാം. അപ്പൊ ഈ എ ക്രോസ് ബിനെ നമുക്ക് സി എന്ന് വിളിക്കാം കേട്ടോ. എ ക്രോസ് ബി ചെയ്ത് കിട്ടുന്ന വെക്ടർ, അതായത് സി വെക്ടർ ആയിരിക്കും എന്തെന്ന് പറയാ? എനോടും ബിനോടും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതെങ്ങനെ ഡിറ്റർമിനന്റ് കാണാം? ഐ ജെ കെ ഡയറക്റ്റ് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഡിറ്റർമിനന്റിന്റെ ഫോം വെച്ച് ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്യാണ്? 2 2k നെക്സ്റ്റ് എന്താ? i മൈനസ് 2 അല്ല 1 മൈനസ് 2 2 കമ്പോണൻസ്, സ്കെയിലർ കമ്പോണൻസ് ഒക്കെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇവിടെ കെ അല്ല അല്ലെ? ഇവിടെ എന്താ വരിക? 1 ആണ്. 2 2 1 1 മൈനസ് 2 2. ഓക്കെ, അപ്പൊ സ്കെയിലർ കമ്പോണൻസ് ഒക്കെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാതൊന്ന് കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? ജസ്റ്റ് എന്ത് ചെയ്യുക?
ചെയ്യുക, സാധാരണ പോലെ ചെയ്യുക. അപ്പൊ എന്ത് വരും? I into 4 plus 2 minus j into എന്താണ് ഡിറ്റർമിനന്റ് ആണ് കേട്ടോ. 4 minus 1 plus k into -2 minus 4 minus 2. ഓക്കെ, അപ്പൊ എന്താണ് ഇത്? 6i minus 3j minus 6k. ഓക്കെ, അപ്പൊ ഇതാണ് ഏത് വെക്ടർ? സി വെക്ടർ. സി ആരോട് പെർപെൻഡിക്കുലർ ആണ്? എയോടും ബിയോടും പെർപെൻഡിക്കുലർ ആണ് അല്ലെ? നമുക്ക് പെർപെൻഡിക്കുലർ ആയാൽ മാത്രം പോരാ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര കിട്ടുകയും വേണം? 6 കിട്ടുകയും വേണം. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും മാഗ്നിറ്റ്യൂഡ് ഉള്ളത് വേണം എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് കാണുക? യൂണിറ്റ് വെക്ടർ കാണുക. യൂണിറ്റ് വെക്ടറിന്റെ പ്രത്യേകത എന്താ? അതിന്റെ ലെങ്ത് 1 ആയിരിക്കും. അപ്പൊ ഇനി അതിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6 യൂണിറ്റ് ലെങ്ത് ഉള്ള വെക്ടർ കിട്ടും. അപ്പൊ ഏത് ഇന്ന യൂണിറ്റ് വെക്ടർ ഇത്ര യൂണിറ്റ് വെക്ടർ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക. അതിന്റെ ലെങ്ത് 1 ആയിരിക്കും. എന്നിട്ട് എത്രയാണോ വേണ്ടത് ആ ക്വാണ്ടിറ്റിയോട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്ത് കാണാം? സി ക്യാപ്പ് കാണാം. സിയുടെ പ്രത്യേകത എ ക്രോസ് ബി ആണ്. എയോടും ബിയോടും പെർപെൻഡിക്കുലർ ആണ്. നമുക്ക് സി ക്യാപ്പ് കാണാം. അപ്പൊ സി ക്യാപ്പ് കാണുമ്പോൾ എന്ത് ചെയ്യുക? അതിന്റെ ഡിവൈഡ് ബൈ അതിന്റെ മോഡുലസ് അല്ലെ? 6i minus 3j minus 6k ഹോൾ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 36 9 36 അല്ലെ? 36 72 72 3 81 അല്ലെ? 81 ഡിവൈഡ് ബൈ റൂട്ട് 81 അതായത് 9 ആണ്. അപ്പൊ എന്ത് വരും? 6i minus 3j divided by 9 minus 6k divided by 9 അല്ലെ? ഇനി ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? 2/3. ഇവിടെ എന്ത് വരും? 1/3. ഇവിടെ എന്താ? 2/3. അപ്പൊ എല്ലായിടത്തും എന്ത് കോമൺ ആണ്? 3 കോമൺ ആണ് അല്ലെ? എത്ര കോമൺ ആണ്? 3 കോമൺ. 1/3 കോമൺ ആണ്. 1/3 പിടിച്ച് പുറത്തേക്കിടുക. അപ്പൊ എന്ത് വരും? 2i minus j minus 2k. ഇതാണ് എന്ത് വെക്ടർ? യൂണിറ്റ് വെക്ടർ. ഇതാണ് യൂണിറ്റ് വെക്ടർ. നമുക്ക് എന്താ വേണ്ടത്? 6 യൂണിറ്റ് ഉള്ളതാ വേണ്ടത് അല്ലെ? അപ്പൊ 6 into c cap ചെയ്യാം. 6 into c cap. അപ്പൊ ഒരു യൂണിറ്റ് ലെങ്ത് into 6 ചെയ്യുമ്പോൾ 6 യൂണിറ്റ് ലെങ്ത് ഉള്ളത് കിട്ടും. അപ്പൊ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? 6 into 1/3 into 2i minus j minus 2k അല്ലെ? ഇവിടെ എന്ത് വരും? ഇവിടെ ക്യാൻസൽ ആവുമ്പോൾ 2 വരിക അല്ലെ? അപ്പൊ എന്ത് വരും? 2 into ഇത് ഏതാണ് ഓപ്ഷൻ? 2 into 2i minus j plus 2k. ഇതാണ് ഏത് ഓപ്ഷൻ വരും? അപ്പൊ 2 into ഇതാണ് ഓപ്ഷൻ അല്ലെ? ഓപ്ഷൻ ഇ ആണ്. 2 into 2i minus j minus 2k. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഇ. ക്ലിയർ ആണല്ലോ? എപ്പോഴും ഇത്ര ലെങ്ത് ഉള്ള ഒരു വെക്ടർ വേണം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഏത് വെക്ടറിനെയാണോ വേണ്ടത് അതിന്റെ യൂണിറ്റ് വെക്ടർ വേണം. എന്നിട്ട് എത്രയാണോ അവർ പറയുന്ന ലെങ്ത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി എപ്പോഴും രണ്ട് വെക്ടേഴ്സിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ കാണാൻ പറയുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും എന്ത് ചെയ്യുക? ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുക. ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ രണ്ടുപേരുടെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ആയിട്ട് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യൂ. 2018 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ലെറ്റ് വെക്ടർ എ എന്ന് പറയുന്നത് വെക്ടർ എ ഈക്വൽ ടു ഐ പ്ലസ് ജെ പ്ലസ് കെ, വെക്ടർ ബി ഈക്വൽ ടു ഐ പ്ലസ് 3j പ്ലസ് 5k ആൻഡ് വെക്ടർ സി ഈക്വൽ ടു 7i പ്ലസ് 9j പ്ലസ് 11k. ഓക്കെ, then the area of the parallelogram with the diagonals a plus b and b plus c. ഏരിയ കണ്ടുപിടിക്കേണ്ടത് രണ്ട് രീതിയിൽ ഏരിയ കണ്ടുപിടിക്കാം. ഒന്നുകിൽ അഡ്ജസന്റ് സൈഡ്സ് തരാണെങ്കിൽ മോഡുലസ് ഓഫ് എ ക്രോസ് ബി ചെയ്താൽ മതി. അല്ല ഡയഗണൽസ് ആണ് തരുന്നുണ്ടെങ്കിൽ ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫസ്റ്റ് ഡയഗണൽ ക്രോസ് സെക്കൻഡ് ഡയഗണൽ, അങ്ങനെയാണ് അല്ലെ? ഇവിടെ ഡയഗണൽ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ ഡയഗണൽ ആകുമ്പോൾ ഏരിയയുടെ ഇക്വേഷൻ എന്താ? ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ആരാണ് ഡയഗണൽ? ഫസ്റ്റ് ഡയഗണൽ ആരാ? എ പ്ലസ് ബി അല്ലെ? അപ്പൊ എ പ്ലസ് ബി ക്രോസ് സെക്കൻഡ് ഡയഗണൽ. സെക്കൻഡ് ഡയഗണൽ ആരാണ്? ബി പ്ലസ് സി. വെറുതെ എ ബി ഒന്ന് പഠിച്ച് കൺഫ്യൂഷൻ ആക്കരുത്. ഫസ്റ്റ് ഡയഗണൽ ക്രോസ് സെക്കൻഡ് ഡയഗണൽ, അത്രേ വേണ്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ആര് വേണം? എ പ്ലസ് ബി വേണം. പിന്നെ എന്ത് വേണം? ബി പ്ലസ് സി വേണം അല്ലെ? അപ്പൊ എ പ്ലസ് ബി നമുക്ക് ആദ്യം കാണാം. എ പ്ലസ് ബി എന്താ മക്കളെ? എ പ്ലസ് ബി നോക്കുക. എന്ത് ചെയ്യാ? 2i ആഡ് ചെയ്യുക അല്ലെ? പ്ലസ് 4j പ്ലസ് 6k. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ബി പ്ലസ് സി. ബി പ്ലസ് സി എന്താകുന്നു? ആഡ് ചെയ്യുക. ബിയും സിയും 8i പ്ലസ് എത്രയാണ്? 12j പ്ലസ് 16k. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിറ്റർമിനന്റ് ആക്കി എഴുതാം. which is equal to 1/2 into determinant of i j k അല്ലെ? ഇനി എന്ത് ചെയ്യാ? എ പ്ലസ് ബി ആദ്യം എഴുതുക. അപ്പൊ 2 4 6 പിന്നെ എന്താണ്? 8 12 16. നമുക്കറിയാം പുറത്തേക്ക് എടുക്കാം. കോൺസ്റ്റൻസിനെ ഓരോ റോസ് പുറത്തേക്ക് എടുക്കാം. അപ്പൊ കുറച്ചുകൂടി സിമ്പിൾ ആവും അല്ലെ? അപ്പൊ നോക്കി, സെക്കൻഡ് റോയില് കോമൺ ആയിട്ട് ആരെ പുറത്തേക്ക് എടുക്കാം? 2നെ പുറത്തേക്ക് എടുക്കാം അല്ലെ? എല്ലായിടത്തും 2 കോമൺ ആണ്. അപ്പൊ 1/2 into 2
ഓക്കെ, തേർഡ് റോ ആര് പുറത്തേക്ക് എടുക്കാം? 4 ആണ് അവിടെ കോമൺ അല്ലെ. അപ്പൊ തേർഡ് റോ ഞാൻ എന്ത് ചെയ്തു? 4നെയും പുറത്തേക്ക് എടുത്തു. ഇനി എന്താണ് എഴുതുക? I J K. 2 പുറത്തേക്ക് പോകുമ്പോ 1 2 3, 4 പുറത്തേക്ക് എടുക്കുമ്പോ 2 3 4. ഓക്കെ, അപ്പൊ 2 2 ക്യാൻസൽ ആയി, 4 into something. അപ്പൊ നമുക്ക് ചെയ്യാം is equal to 4 into എന്ത് വരും? I into എന്ത് ചെയ്യാം? 8 minus 9 minus J into എന്ത് ചെയ്യാം? 4 minus 6 plus K into 3 minus 4 which is equal to 4 into ഇതൊക്കെ സാധാരണ കമ്പ്യൂട്ടേഷൻ ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ പോലെ ചെയ്തു വിടുക. അപ്പൊ എന്താ വരിക? മൈനസ് ഐ, ഇവിടെ എന്ത് വരും? പ്ലസ് 2K പ്ലസ് 2J, പിന്നെ എന്ത് വരും? മൈനസ് K അല്ലെ. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇതിന്റെ ഏരിയ കാണണമെങ്കിൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണണം അല്ലെ. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണണം. ആദ്യം ഇവിടെ ഇത് മുഴുവനായിട്ടില്ല, ഹാഫ് ഇൻറ്റു ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. കഴിഞ്ഞിട്ടില്ല, അവിടെ ഹാഫ് എഴുതാൻ പാടില്ല ശരിക്കും. ഇവിടെ എന്ത് ചെയ്യണം? 2 into 4. അപ്പോൾ ഇവിടെ എന്ത് വരും? 8. ഇവിടെ എന്ത് വരും? 8. കാരണം ഹാഫ് ഇൻറ്റു ആരാണ്? മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പൊ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? A പ്ലസ് ബി ക്രോസ് ബി പ്ലസ് സി മാത്രമാണ് ചെയ്തിട്ടുള്ളൂ അല്ലെ. ഇനി അവിടെ എന്ത് കാണണം? മാഗ്നിറ്റ്യൂഡ് കാണണം. തെറ്റിക്കരുത് കേട്ടോ. ആദ്യം A പ്ലസ് ബി ക്രോസ് ബി പ്ലസ് സി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യണം? അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണണം. അപ്പൊ മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ റൂട്ട് ഓഫ് അല്ലെ. അപ്പൊ ഈ 8നെ പിടിച്ച് പുറത്തേക്ക് ഇടാം. അപ്പൊ എന്ത് വരും? റൂട്ട് ഓഫ്, എപ്പോഴും 8 കോൺസ്റ്റന്റ് ലെങ്ത് അല്ലേ, അതിനെ പിടിച്ച് പുറത്തേക്ക് ഇടാം. 8. നെക്സ്റ്റ് എന്ത് വരും? 1 സ്ക്വയർ 1 പ്ലസ് 4 പ്ലസ് 1 അല്ലെ. അപ്പൊ which is equal to എത്രയാണ് വരിക? which is equal to എന്താണ്? ഇതിന്റെ ബാക്കിയാണ് കേട്ടോ. എന്താണ് വരിക? 8 റൂട്ട് 6. 8 റൂട്ട് 6 ആണ് മോഡ് A ക്രോസ് ബി. ഇതെന്താ സംഭവം? മോഡ് A ക്രോസ് ബി അല്ല, മോഡ് A പ്ലസ് ബി ക്രോസ് ബി പ്ലസ് സി. ഇത്ര ആയിട്ടുള്ളൂ അല്ലെ. ഇനി ഇതിന് എന്തുകൂടെ കാണണം? ഹാഫ് കാണണ്ടേ. അപ്പൊ ഇതിന്റെ ഹാഫ് കാണുമ്പോ ഇവിടെ ബൈ 2 ചെയ്യുക. അപ്പൊ എത്ര വരും? 4 റൂട്ട് 6. ഇതാണ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത് സ്റ്റെപ്പ് അടിച്ച് നമ്മൾ എപ്പോഴത്തേക്ക് ചെയ്യാൻ പറ്റില്ല. ആദ്യം ഈ ക്രോസ് പ്രൊഡക്റ്റ് മാത്രം എഴുതാം. ടീച്ചർ അത് 1/2 കൂടെ എഴുതിപ്പോയി, അത് വേണ്ട കേട്ടോ. എന്ത് ചെയ്യാ? A പ്ലസ് ബി ക്രോസ് ബി പ്ലസ് സി മാത്രം ചെയ്യാം. A പ്ലസ് ബി ക്രോസ് ബി പ്ലസ് സി ആദ്യം ചെയ്യാം. അത് ഡിറ്റർമിനന്റ് വെച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അത് കിട്ടി. ഇനി എന്ത് ചെയ്യാം? അതിന്റെ മോഡുലസ് കാണാം, മാഗ്നിറ്റ്യൂഡ് കാണാം, ഇൻറ്റു 1/2 ചെയ്യാം. അപ്പൊ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു, റൂട്ട് ഓഫ് ചെയ്തു. അപ്പൊ 8 റൂട്ട് 6 കിട്ടി. അതിന്റെ ബൈ 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 4 റൂട്ട് 6. ഓക്കെ, അപ്പൊ ഇത് ഡയഗണലിൽ വെച്ചിട്ടാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ഇനി എന്ത് വരാം? അഡ്ജസന്റ് സൈഡ്സ് ആയിട്ട് ചോദ്യം ചോദിക്കാം. എങ്ങനെയാണെന്ന് ചോദിക്കാം. അപ്പൊ തെറ്റിക്കരുത്, ശ്രദ്ധിച്ചു നോക്കണം. ഡയഗണൽ ആണോ അഡ്ജസന്റ് സൈഡ് ആണോ എന്ന് ശരിക്കും നോക്കണം. കാരണം ഇക്വേഷനിൽ വ്യത്യാസമുണ്ട്. ഡയഗണൽ ആകുമ്പോൾ ഒരു ഹാഫ് ഉണ്ട്, അഡ്ജസന്റ് സൈഡ് ആകുമ്പോൾ എന്തില്ല? ഹാഫ് ഇല്ല. ഓക്കെ, അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒന്ന് നോട്ട് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഇതുവരെ കാണാത്തൊരു ഇക്വേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ അറിയില്ലത് A ക്രോസ് B ക്രോസ് C. ഓക്കെ, A ക്രോസ് B ക്രോസ് C ഇങ്ങനെയൊരു സംഭവം നമ്മൾ പഠിക്കുന്നില്ല. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഡോട്ട് പ്രൊഡക്റ്റിലാണ് അതിന്റെ ഉത്തരം വരുന്നത്. അപ്പൊ നോക്കുക, ഡോട്ട് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടാണ് ഉത്തരം വരുന്നത്. നോക്കുക, ആദ്യം ഇവരെ ഡോട്ട് ചെയ്യാം, അതായത് പുറത്തുള്ള ആൾ. അപ്പൊ A ഡോട്ട് C ഓക്കെ ഇൻറ്റു വെക്ടർ B. ഇൻറ്റു എന്ന് പറയാൻ കാരണം A ഡോട്ട് C ചെയ്യുമ്പോൾ എന്തായി മാറും? ഒരു സ്കെലാറായി മാറും. സ്കെലാർ ഇൻറ്റു ഈ വെക്ടർ. ഓക്കെ, അപ്പൊ അവിടെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഉദ്ദേശിക്കുന്നത്. മൈനസ്, ഇനി ആരും വേണ്ടി ചെയ്യാം, ഇയാൾ വേണ്ടി ചെയ്യാം. A ഡോട്ട് B ഇൻറ്റു പുറത്തുള്ള C. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ആദ്യം അകലെയുള്ള ആൾക്കാർ A ഡോട്ട് C ഇൻറ്റു B മൈനസ് A ഡോട്ട് B ഇൻറ്റു C. വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കൾ, ഇതൊന്ന് നോട്ട് ചെയ്തേ. നമുക്ക് ഇതിന്റെ പ്രോബ്ലം ചെയ്യാനുണ്ട്. ധാരാളം ചോദ്യങ്ങൾ ചോദിക്കില്ല. ഒരെണ്ണം ടീച്ചർ കാണിച്ചത് 2011 ചോദ്യമാണ്. എന്താണ്? A ഈസ് പെർപെൻഡിക്കുലർ ടു B. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ എന്ത് പറയാം? A ഡോട്ട് B ഈക്വൽ ടു 0. നമ്മൾ പറഞ്ഞിട്ടുണ്ട് A ഡോട്ട് B ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പ്രഷൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. അതായത് A ക്രോസ് വീണ്ടും A ക്രോസ് പിന്നെയും A ക്രോസ് വീണ്ടും ഒരു A ക്രോസ് B ഈക്വൽ ടു. ഇതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? മോഡ് A സ്ക്വയർ, മാഗ്നിറ്റ്യൂഡ് ഓഫ് A സ്ക്വയർ ഇൻറ്റു B, മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഇൻറ്റു B, magnitude of A cube into B, magnitude of A raised to 4 into B, last option 0. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം ഉള്ളിൽ നിന്ന് ചെയ്യാം കേട്ടോ. എപ്പോഴും ബ്രാക്കറ്റ് വെക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ചെയ്യാം. 3 ക്രോസ് പ്രൊഡക്റ്റ്. അപ്പൊ പുറത്തുള്ള ഒരാൾ എന്ത് എടുത്തോട്ടെ? A ക്രോസ്
എ ക്രോസ് അങ്ങനെ തന്നെ കിടന്നോട്ടെ കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം, ഇനി ഇവിടെ അല്ലേ ഇത് നോക്ക്, ഇതെന്താ ചെയ്യാൻ പറ്റുള്ളത്, ബ്രാക്കറ്റുകളാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, ആദ്യം അകലെയുള്ളവരുടെ ഡോട്ട്. അപ്പൊ എന്ത് വരും, എ ഡോട്ട് ബി ഇൻറ്റു ഉള്ളിലുള്ള ആള് എ മൈനസ് എ ഡോട്ട് എ ഇൻറ്റു ബി. നമ്മൾ പഠിച്ച ഇക്വേഷൻ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തി. ആദ്യം എ ഡോട്ട് ബി ഇൻറ്റു എ മൈനസ് എ ഡോട്ട് എ ഇൻറ്റു ബി. ഓക്കെ, നമുക്കറിയാം എ ഡോട്ട് ബി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് എന്തായി പോയി, 0 ആയിട്ട് പോയി അല്ലെ. അപ്പൊ ഇനി ഇവിടെ നോക്കുമ്പോൾ ഈക്വൽ ടു ഇവിടെ എന്താണ്, എ ക്രോസ് ഇതെന്താണ്, എ ക്രോസ് ഇവിടെ എന്ത് വരും, മൈനസ് ഇവിടെ എന്താ വരിക, മൈനസ് എ ഡോട്ട് എ നമുക്കറിയാം മോഡ് എ സ്ക്വയർ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. മോഡ് എ സ്ക്വയർ ഇൻറ്റു വെക്ടർ ബി. ഓക്കെ, അപ്പൊ നമുക്കറിയാം ക്രോസ് പ്രൊഡക്റ്റില് ഒരു കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ ആ കോൺസ്റ്റന്റിനെ പിടിച്ച് എന്ത് ചെയ്യാം, പുറത്തേക്ക് ഇടാം. ഏറ്റവും പിടിച്ച ആ കോൺസ്റ്റന്റ് ഏറ്റവും പുറത്തേക്ക് എടുത്ത് എഴുതുക. എ ക്രോസ് എന്ത് ചെയ്യാണ്, മോഡ് എ സ്ക്വയർ പുറത്തേക്ക് എഴുതി. ഇനി ഇവിടെ ആരുണ്ട്, എ ക്രോസ് ബി മൈനസ് ആണ് കേട്ടോ, മൈനസ് മോഡ് എ സ്ക്വയർ പിടിച്ച് പുറത്തേക്ക് എഴുതി. ഓക്കെ, ഇനി വീണ്ടും ഈ ആ ക്രോസ് ഇതല്ലേ, അപ്പൊ വീണ്ടും എന്ത് ചെയ്യാം, നമുക്ക് ഈ കോൺസ്റ്റന്റ് പിടിച്ച് പുറത്തേക്കിടാം. അതായത് ഈ ടേം ക്രോസ് ഈ ടേം അല്ലേ. അപ്പൊ ക്രോസ് പ്രൊഡക്റ്റിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തുണ്ട്, കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ അവരൊക്കെ പിടിച്ച് പുറത്തേക്ക് ഇടാം. അപ്പൊ ഞാൻ വീണ്ടും പുറത്തേക്ക് എഴുതാണ്. അപ്പൊ എന്ത് വരും, മോഡ് എ സ്ക്വയർ പുറത്തേക്ക് എടുക്കുമ്പോൾ പിന്നെ ആരാ, നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് മോഡ് എ സ്ക്വയറിനെ പുറത്തെടുക്കുമ്പോൾ എ ക്രോസ് പിന്നെ ആരാണ്, എ ക്രോസ് ബി. ഇത് സെയിം സംഭവം അല്ലേ, നമ്മൾ ആദ്യം ചെയ്ത അതേ കാര്യം തന്നെയല്ലേ. അപ്പൊ ഇത് റിപ്പീറ്റ് ചെയ്യല്ലേ ചെയ്യാം. അപ്പൊ അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ഇത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എന്താ ആൻസർ കിട്ടിയത്, ഈ സംഭവം അല്ലേ കിട്ടിയത്, which is equal to മൈനസ് മോഡ് എ സ്ക്വയർ പുറത്തുണ്ട്. അപ്പൊ ഈ സംഭവം തന്നെയായിരുന്നു ഇവിടെ ആദ്യം നമ്മൾ ചെയ്തത്. അത് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്, മൈനസ് മോഡ് എ സ്ക്വയർ ഇൻറ്റു ബി. അത് വീണ്ടും ചെയ്യാൻ നിൽക്കണ്ട. അപ്പൊ എന്ത് വരും, മൈനസ് മോഡ് എ സ്ക്വയർ ഇൻറ്റു വെക്ടർ ബി. ഇത് കോൺസ്റ്റന്റ് ആണ് അല്ലെ, മൈനസ് മൈനസും പ്ലസ് ആയി. മോഡ് എ സ്ക്വയർ എന്തായി, മോഡ് എ റേസ് ടു 4 ഇൻറ്റു വെക്ടർ ബി. ക്ലിയർ ആണല്ലോ. ഏതാ ഓപ്ഷൻ മോഡ് എ റേസ് ടു 4, ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ, ഇത്രേ ഉള്ളൂ. എന്താണ്, ജസ്റ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടി വന്നുള്ളൂ. ഇതവിടെ അപ്ലൈ ചെയ്തു, ഇക്വേഷൻ അപ്ലൈ ചെയ്തപ്പോൾ മോഡ് എ സ്ക്വയർ മൈനസ് മോഡ് എ സ്ക്വയർ ഇൻറ്റു ബി എന്ന് കിട്ടി. അപ്പൊ ഇവിടെ 3 സ്ഥലത്ത് എന്താണ് ക്രോസ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ക്രോസ് പ്രൊഡക്റ്റിനൊക്കെ ഏതെങ്കിലും ഒരാൾക്കുണ്ടെങ്കിൽ അയാളെ പിടിച്ച് എന്തെങ്കിലും പുറത്തേക്കിടാം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, എവിടെയെങ്കിലും ഒരാൾക്ക് കോൺസ്റ്റന്റ് അതിന്റെ പിടിച്ച് പുറത്തേക്കിടാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഈ മൈനസ് മോഡ് എ സ്ക്വയറിനെ പിടിച്ച് പുറത്തേക്ക് ഇട്ടു. അപ്പൊ ബാക്കി ഉണ്ടാവുക എ ക്രോസ് ബി. അത് സെയിം സംഭവമാണ്. അതെന്താണെന്ന് നമുക്കറിയാം, മൈനസ് മോഡ് എ സ്ക്വയർ ഇൻറ്റു ബി ആണ്. ഓൾറെഡി പുറത്തൊരു മൈനസ് മോഡ് എ സ്ക്വയർ ഉണ്ട്, വീണ്ടും മൈനസ് മോഡ് എ സ്ക്വയർ ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തോന്നു, മോഡ് എ റേസ് ടു 4 ഇൻറ്റു ബി. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് ഈ പ്രൊഡക്റ്റ് ഏത് ക്രോസ് പ്രൊഡക്റ്റ് എന്ന് വരുന്നത്. ഇനി നമുക്കുള്ളത് സ്കെലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ആണ്. അതാണ് കുറച്ചും കൂടി ക്രോസ് പ്രൊഡക്റ്റിനേക്കാളും നല്ല ധാരാളമായിട്ട് നല്ലോണം ചോദ്യങ്ങൾ വരുന്നത് സ്കെലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്നാണ്. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യും. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, സ്കെലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എടുക്കാം.